മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നതിനുള്ള മാങ്ങയാണ് എടുത്തു വച്ചിട്ടുള്ളത്. ഇനി ഇതിൻ്റെ തോലെല്ലാം നീക്കം ചെയ്ത് വച്ചിട്ടുള്ളതാണ്. ഇനി കുക്കറിൽ അല്പം വെള്ളമെടുത്ത് അതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, മാങ്ങയ്ക്ക് ആവശ്യമായ ഉപ്പ് ഇതെല്ലാം ചേർത്ത് ഇതിലേക്ക് തോല് നീക്കം ചെയ്ത മാങ്ങ കൂടി ചേർത്ത് കുക്കറിൽ നന്നായി വേവിച്ചെടുക്കുക. ഞാനിവിടെ കൂടുതൽ അളവിലാണ് കറി വയ്ക്കുന്നത്, അതിനാൽ തന്നെ കൂടുതൽ മാങ്ങ ചേർക്കുന്നുണ്ട്. ഇനി അരപ്പിന് വേണ്ടി 1 നാളികേരം, എരിവിന് ആവശ്യമായ അതായത് ഒരു 10-12 പച്ചമുളക് ഞാനിതിൽ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ജീരകം, കുറച്ചു കറിവേപ്പില ഇതെല്ലാം മിക്സിയുടെ ജാറിൽ ചേർത്ത് നമുക്ക് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇനി ഇത് നന്നായി അരച്ചെടുത്ത് വച്ചിട്ടുള്ളതാണ് ഇത്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ തൈര് ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഈ അരപ്പ് നമുക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ കത്തിച്ച് നമുക്ക് അടുപ്പത്ത് വെച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. ലൈറ്റായി ഒന്ന് തിള വരുന്നത് വരെ നമുക്ക് ഇത് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇനി ഇത് അടുപ്പത്തു നിന്ന് മാറ്റി നമ്മൾ മാങ്ങ വേവിച്ചത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ ഇപ്പോൾ തയ്യാറാക്കി വെച്ച തൈരും നാളികേരവും കൂടി ഉള്ള മിക്സ് നമുക്ക് ഈ മാങ്ങയിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. ഇനി ഇതെല്ലാം കൂടി ലൈറ്റായി ഒന്ന് ചൂടായി വരുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർക്കുക. ഇനി വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ നമുക്ക് 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് എടുക്കാം. ഇനി ഇത് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.